ഹർദിക് പാണ്ഡ്യ CSKയിലേക്കല്ല KKRയിലേക്കാണ് പോകുന്നത് എന്നതാണ് ഇപ്പോഴത്തെ പുതിയ റൂമർ. ഞാനത് കരുതുന്നില്ല ഹാർദിക് KKRയിലേക്ക് പോകുമെന്ന്. പക്ഷെ രവിചന്ദ്രൻ അശ്വിൻ പറഞ്ഞത് KKRയിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി സ്ട്രോങ് ആക്കുക. CSKയിലേക്ക് പോയാൽ ഓക്കെയാണ്, പക്ഷെ ഹാർദിക് KKRയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ടീം ഒന്നും കൂടി സ്ട്രോങ് ആകുമെന്ന്. അശ്വിന് മുൻപിൽ വെച്ചത് അതായത് റിങ്കു സിംഗ്, ഹർഷിത് റാന, ഇവർക്ക് പകരം ഹാർദിക് പാണ്ഡ്യ. ഈ ഒരു ട്രേഡാണ് അശ്വിൻ മുമ്പിൽ വെച്ച ഓപ്ഷൻ. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം, KKRയിലേക്ക് ഹാർദിക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. KKRന്റെ സൈഡ് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്, കാരണം അവർക്ക് ഹാർദിക്കിനെ പോലത്തെ ഒരു പ്ലെയർ വേണം. കാരണം റസൽ പോയത് കൊണ്ട് അവർക്ക് നല്ലൊരു ഓൾറൗണ്ടർ, ഒരു ഫിനിഷർ ആയിട്ടുള്ള ഒരു വ്യക്തി ആവശ്യമാണ്, പ്രത്യേകിച്ച് പേസ് ഓൾറൗണ്ടർ. അപ്പം ഹാർദിക് പാണ്ഡ്യ പെർഫെക്റ്റ് ആണ്. പിന്നെ നല്ലൊരു ക്യാപ്റ്റൻ ഇല്ലാത്തതും കാണാനുണ്ടായിരുന്നു. അപ്പൊ ഹാർദിക് വന്നാൽ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, KKRന് സെറ്റ് ആക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഹാർദിക് വരുമ്പോൾ പകരം ഒരാളെ കൊടുക്കാൻ പറ്റണ്ടേ. ഇപ്പൊ CSKയോട് തന്നെ മുംബൈ ചോദിച്ചത് ശിവം ഡൂബെ പ്ലസ് ആയുഷ് മാത്രയാണ്, പിന്നെ ബ്രെവിസാണ്. പിന്നെ ഇപ്പോ ഖലീൽ അഹമ്മദ്, കമ്പോജ് പ്ലസ് ക്യാഷ് ഒക്കെ വന്നെന്ന് കേൾക്കുന്നുണ്ട്. ആ ട്രേഡ് എന്തായാലും കൺഫേം ആയിട്ടില്ല, അവിടെ റൂമേഴ്സ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ KKR കൊടുക്കുമ്പോൾ മുംബൈക്ക് ആവശ്യമുള്ള അതുപോലത്തെ പ്ലേസിനെ കൊടുക്കണം. അപ്പൊ അശ്വിൻ പറഞ്ഞത് റിങ്കു സിംഗിനെയും ഹർഷിത് റാണയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് KKR റിങ്കു സിംഗിനെ കൊടുക്കൂല, ഹർഷിത് റാണയെ കൊടുക്കൂല. കാരണം KKRന്റെ മക്കളാണ് ഇവര്. KKRന് ഹർഷിത് റാണ എന്നൊക്കെ പറഞ്ഞ ജീവന, എപ്പോഴും കളിപ്പിക്കുന്ന പ്ലെയർ ആണ്. അവരുടെ ഒരു ഫ്യൂച്ചറാണ് KKRന്. റിങ്കു സിംഗും അങ്ങനെ തന്നെയാണ്. അവര് മൂന്നാൾക്കാരെ നിലനിർത്തിയ പ്ലെയറാണ് റിങ്കു സിംഗ്. കഴിഞ്ഞ സീസണിൽ KKR പരാജയപ്പെട്ടപ്പോഴും റിങ്കു സിംഗ് അത്യാവശ്യം നല്ല കളിയും കാഴ്ച വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെ കൊടുത്തിട്ട് ഹാർദിക്കിനെ സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് ഗ്രീനാണ്. KKR പൊന്നും വില കൊടുത്തു വാങ്ങി കാമറൂൺ ഗ്രീൻ എന്ന് പറയുമ്പോൾ മുംബൈയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതാണ്. ചിലപ്പോൾ മുംബൈ ഗ്രീനെ തിരിച്ചു വിളിക്കാനൊരു സാധ്യത ഉണ്ടെന്നൊക്കെ നമുക്ക് കരുതാം. പക്ഷെ അവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീൻ ഓസ്ട്രേലിയൻ പ്ലെയർ ആണ്. 2027 ODI വേൾഡ് കപ്പിലൊക്കെ കാമറൂൺ ഗ്രീൻ ഒരു പാർട്ടായിരിക്കും ഓസ്ട്രേലിയയുടെ. അതുകൊണ്ട് ഗ്രീൻ ഒന്നും ചിലപ്പോൾ ഫുള്ളി അവൈലബിൾ ആവുന്നൊന്നും പറയാൻ പറ്റില്ല. റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്ക് KKR എടുക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ KKRയിൽ പോകുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം CSKയിലേക്ക് പോകുന്നതാണ്. ഹാർദിക്കിന്റെ ഒരു പവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് CSK പോലെ ഒരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി സെറ്റ് ആകും. പക്ഷെ KKRനാണ് ആവശ്യം, എല്ലാന്ന് പറയുന്നില്ല. ഞാൻ ഈ ഒരു ട്രേഡിന് യോജിക്കുന്നില്ല. CSKയിലേക്ക് പോട്ടെ, എന്നിട്ട് ആ സെറ്റായി വന്ന CSKനൊക്കെ പഞ്ചാബ് ഒട്ടിക്കുമ്പോൾ ഒരു സുഖമാണ്. ഏത് അതറിയേ ഉള്ളൂ.